നമ്മൾ പ്രതീക്ഷിക്കാതെ കിട്ടുന്ന ഓരോ അനുഭവങ്ങളാണ് നമ്മുടെ യാത്രകളെ കൂടുതൽ സന്തോഷിപ്പിക്കുന്നത്. നല്ലവരായ ആൾക്കാരെയും കണ്ട് അവരുടെ സന്തോഷവും അവരുടെ അനുഭവങ്ങളൊക്കെ കേട്ട് മലയും കയറി, അതായത് ഓഫ് റോഡൊക്കെ ചെയ്ത് ബ്രൈമൂറിലെ ബംഗ്ലാവും ഹെലിപാഡും അവിടുത്തെ ഓഫ് റോഡ് എക്സ്പീരിയൻസ് ഒക്കെ ചെയ്യുന്ന ഒരു കിടിലൻ എപ്പിസോഡാണിത്. അപ്പോൾ എൻ്റെ എല്ലാ കുടുംബക്കാർക്കും ബ്രൈമൂറിലേക്ക് സ്വാഗതം. എവനെയും കൊണ്ട് ഒരു ഓഫ് റോഡ് അടിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷേ ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത എനിക്ക് കിട്ടിയ ഓഫ് റോഡ് എക്സ്പീരിയൻസ്. പൊളി പൊളി പൊളി, ഒരു രക്ഷയില്ല. ഹായ്, ഹലോ. കുറേ നാൾക്ക് ശേഷം നമ്മളിപ്പം വീണ്ടും ട്രാവൽ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ബ്രൈമൂറിലാണ്, നമ്മുടെ ട്രിവാൻഡ്രപുരം. അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ളൊരു സ്ഥലമാണ് നമ്മുടെ ബ്രൈമൂർ. നമ്മുടെ ചെക്കൻ ഇതാ കൂടെ ഉണ്ട്. അപ്പോൾ ഇവനെ എടുത്തിട്ട് ആദ്യത്തെ ഒരു ട്രിപ്പാണിത്. അപ്പോൾ ഇന്നിപ്പോൾ രാവിലെ ഒരു 8-9 മണിയായിട്ടുള്ളൂ. നല്ല പച്ചപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇന്നലെയും മെനിഞ്ഞാന്നൊക്കെ നല്ല മഴയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ വേറെ ഒന്നും നോക്കില്ല, ബ്രൈമൂർ കാണാമെന്ന് വിചാരിച്ചു. അപ്പം ഇവനായിട്ടാണ് അപ്പോൾ ട്രാവൽ ഇന്ന് ഫുള്ള്. അത്യാവശ്യം നല്ല റോഡ്, ഇതാ ഹെയർ പിൻ പോലത്തെ വളവുകളും കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ നമ്മളിപ്പം നെടുമങ്ങാട്, പാലോട്, ചുള്ളിമാനൂർ, പാലോട്, ബ്രൈമൂർ അങ്ങനെയാണ് വന്നത്. അപ്പോൾ ഈ സീസൺ ടൈമിലൊക്കെ ഇവിടെ വരണം ബെസ്റ്റായിരിക്കും. അവിടെ ഒരു വാട്ടർഫാളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്കതെല്ലാം ഇന്ന് കാണണം. അപ്പോൾ നമ്മുടെ യാത്ര ഇവിടെ നിന്ന് തുടങ്ങുകയാണ്. ഓക്കേ. Hai. 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 നമ്മൾ ഏകദേശം മലയുടെ ആ റേഞ്ചിലെത്തിയിട്ടുണ്ട്. സെറ്റ്, ഒന്നും പറയാനില്ല. ഈ തിരിവുകളാണെങ്കിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വേണ്ട, ഒന്നും പോകണ്ട. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വായിച്ചു വയ്ക്കുന്നത്. ഇത് ബ്രിട്ടീഷുകാർ പണിതതാണ്. ടീ ഫാക്ടറിയാണ്. 1883 കറണ്ടില്ലാത്ത സമയത്ത് അവരിത് പ്രവർത്തിച്ചതാണ്. ഈ തൊട്ടടുത്ത പുഴയുടെ 3 കിലോമീറ്റർ മുകളിൽ
മുകളിലോട്ട് ഡാം കെട്ടി തൊട്ടടുത്ത കുന്നിൻ്റെ മുകളിലേക്ക് കൊണ്ടുവന്ന് അവിടെ വലിയ ടാങ്കിൽ വരുത്തിച്ച് അവിടെ നേരെ ഇതിനകത്ത് ചാടി ടർബൈനാണ്. ഒറ്റ സ്റ്റാർട്ടാണ്. ഈ കാണുന്ന മെഷീനുകളെല്ലാം പ്രവർത്തിക്കുന്നത് ബെൽറ്റ് കണക്ട് ചെയ്താണ് ഇതിൻ്റെ പ്രവർത്തനം. അതായത് അയർലൻഡിലുള്ള മെഷീനാണ്. ഇത് തേയില വറുക്കാനും ഇല ചൂടാക്കാനുള്ള സംവിധാനവും ആ 2 മെഷീനായിട്ടുള്ള പ്രത്യേകത. ഈ കാണുന്ന 3 റോളർ തേയില അരയ്ക്കുന്നതിനാണ്. ഇല അരച്ച് എടുക്കാനാണ് ഈ 3 റോളറിൻ്റെ പ്രത്യേകത. അപ്പോൾ തേയില അവിടെ നിന്ന് എങ്ങനെ അരയ്ക്കും എന്നുള്ളതാണ്. അപ്പോൾ ഈ തൊട്ട് മുകളിലത്തെ ആ തട്ടിൻ്റെ മുകളിലാണ് തേയില തട്ടിൽ നിന്ന് ഇടുന്നത്. അപ്പോൾ ആ തേയില ഇവിടെ വരണം. അപ്പോൾ അവിടെ അതിന് മുകളിലുള്ള ആളുണ്ട്. രമണീകരിക്കണം എന്നൊക്കെ സംവിധാനം കൊട്ടുക അതിന് കണക്കുള്ളതാണ്. ഇത് കൊട്ടുമ്പോൾ ആ ടോപ്പിലുള്ള ആൾ ഇതായി പൈപ്പ് വഴി ഇതിൻ്റെ പിഞ്ഞെടുത്ത് വിടും. ഇതിൻ്റെ ആവശ്യത്തിന് വരുമ്പോൾ അടുത്ത മെഷീനിലേക്ക് മാറി ഇങ്ങനെ 3 മെഷീനിൽ ഒരേ സമയം തേയില അടിച്ചുകൊണ്ടിരിക്കും. 25 തൊഴിലാളികൾ ഈ ഫാക്ടറിക്കകത്ത് പണിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ വാടിയ തേയിലയായിട്ട് ഒരു കാരണവശാലും പൊടിഞ്ഞ് കിട്ടത്തില്ല. ആ തേയില എടുത്ത് ഈ ടീപ്പോലിട്ട് കാറ്റ് കൊണ്ട് സഡനായിട്ട് അത് ഉണങ്ങുന്നു. ഈ മെഷീനിലേക്ക് പഠിപ്പിക്കുന്നു. അപ്പോൾ ടർബൈൻ ഇവിടെ ഇല്ല. നമുക്ക് ടർബൈൻ വെച്ചിട്ടും സ്ഥലം വരെ ഒന്ന് പോവാം. എങ്കിൽ മാത്രമേ ഈ ഒരു പൈപ്പിലാണ് കംപ്ലീറ്റ് കണക്ട് ചെയ്യായിട്ട് നമുക്ക് മനസ്സിലാകത്തുള്ളൂ. ആ സെൻറ്ററിൽ കൂടെ പൈപ്പ് വന്നിട്ടുണ്ട് കേട്ടോ. ഫ്രണ്ടിൽ നിന്ന് വന്ന് നോക്കണം. ആ പൈപ്പിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ ഇതിനകത്ത് ഹൈ പവറിൽ വന്ന് വീഴുമ്പോൾ ടർബൈൻ പ്രവർത്തിക്കും. അങ്ങനെയാണ് ഇത് കംപ്ലീറ്റ് മെഷീനും പ്രവർത്തിക്കുന്നത്. ഈ ബ്ലോക്കായി ഇത് ഒരു പ്രഭാതത്തിൽ ഇത് ബ്രിട്ടീഷുകാരുടെ കാലം കഴിഞ്ഞപ്പോൾ വെള്ളം ബ്ലോക്ക് ചെയ്തപ്പോൾ നമുക്കിങ്ങനെ വേഗമായിട്ട് എടുത്താൻ പാടില്ല എന്ന് വന്നപ്പോഴാണ് ഈ ജനറേറ്റർ. ഇത് ഇന്ത്യൻ്റെയാണ്, കിർലോസ്കർ കമ്പനിയുടെ സാധനമാണ്. ഇത് വാങ്ങിച്ച് ഇത്രയും പവറുണ്ടെങ്കിൽ ഇത് ഇറങ്ങാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ആ ജനറേറ്റർ അതിൻ്റെ മോട്ടറാണ് ഈ കാണുന്നത്. അത് അതിലോട്ട് കണക്ട് ചെയ്താണ്. പിന്നെ കറണ്ട് വരുന്നത് വരെ ഇത് വർക്ക് ചെയ്തുകൊണ്ട്. അപ്പോൾ നമുക്ക് ഈ ബ്രിട്ടീഷുകാർ ഇവിടെ വന്നെന്നും ഡാം കെട്ടിക്കാരൻ്റെ അടുത്തൊന്നും അങ്ങനെ അവർ ഓട്ടിച്ചെന്നൊക്കെ കേൾക്കുന്നുണ്ട്. പക്ഷേ അവരുടെ ഒരു ജനറേറ്റർ ഇവിടെ ഉണ്ട് ചെറുത്. അപ്പോൾ നമുക്ക് മനസ്സിലാവും അവർ നടത്തുന്നത്. ഇത് KSEBിയുടെ സാധനങ്ങളാണ്. ഇതൊന്ന് നോക്കണം. പഴയ സംഭവം ഇല്ല, അഡ്രസ് ഉണ്ട് അവിടെ. ബ്രിട്ടൻ 200 ആംപിയർ 500 വോൾട്ട് കറണ്ടാണ്. ഇതെല്ലാവരും വിചാരിക്കും ഇത് വർഷമാണ്. അത് നമ്പറാണ് കേട്ടോ. ഇതിൻ്റെ 2003 വർഷമെന്ന് വിചാരിക്കും ആൾക്കാർ. നമ്മളവിടെ പൊടിപ്പിച്ച മെഷീൻ ആ തേയില ഫൈനൽ ലാപ്പിലൊക്കെ അതിനകത്ത് അതിൻ്റെ തണ്ടും ഇലയുടെ എല്ലാ ഭാഗങ്ങളും ഉള്ളതുകൊണ്ട് ആ തേയില ഇവിടെ പൊട്ടിക്കുമ്പം 3 ഗ്രേഡായിട്ട് തിരിയും. ആ തേയില 3 ഗ്രേഡായിട്ട് തിരിയും. ഒരെണ്ണം വേസ്റ്റ് അങ്ങനെ മാറുകയും ചെയ്യും. അത് ഈ കലവറ, അന്നത്തെ കലവറയാണ്. പണ്ട് നമുക്ക് പത്താപ്പെട്ടിയാണ് കേട്ടിട്ടുള്ളത്. ഈ കലവറയിൽ അതാത് ഗ്രേഡ് സാധനങ്ങൾ ഇടുക. അപ്പം അതിനുള്ള ആളുണ്ട്. ഓരോ ഗ്രേഡിൻ്റെ സാധനം എടുക്കാനും കൊണ്ടിടാനും ആളുള്ളത്. ഫൈൻ ഡസ്റ്റ് അങ്ങനെ 3 ഗ്രേഡ് ചെയ്യും. ഈ സാധനം 50 കിലോ ഇതിനകത്താകുമ്പോൾ അല്ലെങ്കിൽ പാക്കിംഗ് സമയത്ത് ഇവിടെ കൊണ്ടുവയ്ക്കണം. അതായത് ഗ്രേഡിലുള്ള സാധനം 50 കിലോ കളക്ട് ചെയ്ത് ബോക്സിനകത്ത് പാക്കിംഗ് ചെയ്ത് വരും. ഇനി നമ്മൾ 3 നടക്കം വാങ്ങിക്കുന്ന ഒരു ഗ്രീൻ ടീ ഉണ്ട്. ആ ഗ്രീൻ ടീ ഇതിനകത്തുള്ള ഒരു മിഷനിലാണ് 2 രൂപ എടുത്ത് നമ്മൾ ചെയ്യുന്നതിന്. ഒരു തേയില അവിടെയാണ്. അന്ന് ബ്രിട്ടീഷുകാരുടെ കാലത്ത് പ്ലാസ്റ്റിക്കും പരിച്ചിലും അങ്ങനെയുള്ള സംവിധാനമൊന്നുമില്ല. അന്ന് അവർ ഉപയോഗിച്ച കസേരയാണ്. അപ്പോൾ ഇനി നമ്മൾ ഇവിടുന്ന് കൂടുതൽ ശരിക്കും പറഞ്ഞാൽ ഇനി 7 കിലോമീറ്ററാണ്. 7ാമത്തെ കിലോമീറ്റർ ചെല്ലുമ്പോൾ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട്. 2 കിലോമീറ്റർ ചെല്ലുമ്പോൾ ബ്രിട്ടീഷുകാർ കൂടെ വന്ന് 1880 താമസിച്ച ഒരു ബംഗ്ലാവുണ്ട്. അത് ഫോട്ടോ സൈറ്റാണ്. അവിടെ യഥേഷ്ടം റെസ്റ്റ് ചെയ്യാനും ഫോട്ടോസ് എടുക്കാനും നമുക്ക് പറ്റിയൊരു സ്ഥലമാണ്. അവിടെ നിന്ന് വീണ്ടും നിങ്ങൾ 2 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ഒരു ഹെലിപ്പാഡ് ഗ്രൗണ്ടാണ്. അവിടെയും റെസ്റ്റ് ചെയ്യാനുള്ള പ്ലേസ് ഉണ്ട്. ഒരു സംഘം ചേർന്നിരിക്കാനും ഒരു മീറ്റിംഗ് കൂടാനുള്ള ഏരിയ ഉണ്ട്. അതിൻ്റെ അടുത്തായി ഒരു ചെറിയ ഫാൾസ് ഉണ്ട്. അപകടകരമല്ലാത്ത ഒരു ഫാൾസാണ്. ഇറങ്ങി നിന്ന് ഐസ് പോലത്തെ വെള്ളത്തിൽ കുളിക്കുക. ഇവിടെ കുളിക്കുക എന്ന് പറഞ്ഞാൽ ഒരു ടീമിന് മാത്രം ഒരിടത്ത് കുളിക്കാൻ അനുവദിക്കുന്നത്. അങ്ങനെ നമുക്ക് 2-3 കുളിക്കടവുകളുണ്ട്. അപ്പം പ്രൈവസി നമുക്ക് കൂടുതലാണ്. ഫാമിലി ആയിട്ട് വന്നാലും കുട്ടികളായിട്ട് വന്നാലും നമുക്ക് ഓരോ സൈറ്റ് ഉണ്ട് ഓരോരുത്തർക്ക്. അപ്പോൾ സെറ്റായിരുന്നു ഇവിടുത്തെ ആൾക്കാരും. അപ്പോൾ നമുക്ക് താഴെ നിന്ന് ഒരു റൂട്ട് മാപ്പൊക്കെ വരച്ച് തന്നായിരുന്നു. അത് നമ്മളിപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിന്ന് നമ്മൾ കുറച്ച് ദൂരം പോകുമ്പോൾ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്.
അവിടെ നിന്ന് ലെഫ്റ്റിലോട്ട് പോയി കഴിഞ്ഞാൽ ഒരു ഹെലിപാഡ്, ഒരു വ്യൂ പോയിൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ നിന്ന് നേരെ, അതായത് ഈ ജംഗ്ഷനിൽ നിന്ന് ഈ ബോർഡ് വെച്ചിന്ന് അവിടെ നിന്ന് നേരെ പോയി കഴിഞ്ഞാൽ നമുക്ക് ബംഗ്ലാവിലെത്താം. ബംഗ്ലാവ് ആ ഒരു ഭാഗത്താണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ താഴെ നിൽക്കുമ്പോൾ കാണാൻ പറ്റും. അപ്പോൾ ഇതാണ് എൻ്റെ റൂട്ട് മാപ്പ്. പിന്നെ ഇവിടുത്തെ ഡീലിങ്സും കാര്യങ്ങളൊക്കെ കൊള്ളാം. പുള്ളി തന്നെ എല്ലാം പറഞ്ഞ് കാര്യങ്ങൾ മനസ്സിലാക്കി തന്ന്. അപ്പോൾ നമ്മൾ താഴെ നിന്ന് ടിക്കറ്റ് എടുത്തിട്ട് നമുക്ക് വരാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ നിന്ന് വന്നിട്ട് വേറെ ടിക്കറ്റ് എടുക്കണം, 100 രൂപയാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഇനി പോയി കഴിഞ്ഞാൽ നമുക്ക് വ്യൂ പോയിൻറ്റും വാട്ടർ ഫാളുണ്ട്, ബംഗ്ലാവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമുക്കിനി അങ്ങോട്ട് പോകാം. ഓക്കെ, നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. കാണുന്നതാണ് ബംഗ്ലാവും കാര്യങ്ങളും. വീടും കാര്യങ്ങളൊക്കെ ഉണ്ട്. വ്യൂ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല, വ്യൂ സെറ്റ്. പിന്നെ പുള്ളി പറഞ്ഞതെന്ന് വെച്ചാൽ ഇവിടെ വൈൽഡ് അനിമൽസ് കാണും. അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കാണാൻ നല്ല ചാൻസ് ഉണ്ട്. അപ്പോൾ അത് കണ്ടാൽ അതിൻ്റെ കൂടാക്കി പോവല്ലെന്നൊക്കെ പറഞ്ഞു. പിന്നെ നമുക്ക് തന്നെ നമ്മുടെ സ്വന്തം വണ്ടിയിൽ നമുക്ക് ഫുള്ളങ്ങ് പോവാം. ആനയൊക്കെ ഇറങ്ങുന്ന സ്ഥലമാണെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ മാക്സിമം സൂക്ഷിച്ച് നോക്കിയും കണ്ടൊക്കെ പോവാം. പിന്നെ കാറ് കാര്യങ്ങളൊക്കെ പോവും. പിന്നെ വേറെ ഒന്നുള്ളതെന്ന് വെച്ചാൽ ഇപ്പോൾ ഗ്രൂപ്പായിട്ട് പറഞ്ഞവർക്ക് ഇവിടെ സ്റ്റേ എടുക്കാനുള്ള സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. സ്റ്റേയും കാര്യങ്ങളൊക്കെ എടുക്കാനുള്ള സെറ്റപ്പ് ഇവർ തന്നെ ചെയ്തു തരും. ഇപ്പോൾ നമ്മൾ കയറുമ്പം താഴത്തെ നേരത്തെ പറഞ്ഞ പോലെ പോസ്റ്റ്, അതായത് ചെക്ക് പോസ്റ്റിൻ്റെ അവിടെ നിന്ന് വന്നിട്ട് നമുക്ക് അതുവരെ താഴെ നിന്നൊരു ചെക്ക് പോസ്റ്റിൽ നിന്ന് കയറി വരുമ്പോൾ 20-25 രൂപ അടിച്ചിട്ട് വരും ഇപ്പോൾ വണ്ടിക്കും ആളിനും കൂടെ. അത് ഈ താഴെ വരെ വരാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരിക്കും ഇവിടെ നിന്ന് ഇത് പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. അപ്പോൾ ഇങ്ങോട്ട് കയറണമെങ്കിൽ 100 രൂപ അടച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങോട്ട് കയറാം. നമ്മളെ ബംഗ്ലാവ് കാണിച്ചു തരാം. ബംഗ്ലാവ് അധികം ആരും അങ്ങനെ വന്ന് കണ്ടിട്ടില്ല. പക്ഷെ ഇവിടെ നിന്നുള്ള വ്യൂ സെറ്റാണ്. ഫ്രണ്ട് ഇവിടുത്തെ വ്യൂവും കാര്യങ്ങളും ഫുൾ നൈസാണ്. ഇവിടെ വേറെ രസമുണ്ട്. ഇപ്പോൾ ഇതിനകത്ത് 1880 AD കാലഘട്ടത്തിൽ നിർമ്മിച്ചതാണ്. 10 റൂം, 1 കിച്ചൺ, 3 ബാത്റൂംസ്. ഇതാണ് ഈ ബംഗ്ലാവിലുള്ളത്. അടിപൊളി. നോക്ക് ആ ഫ്രണ്ട് വ്യൂ ഒന്ന് നോക്ക്. അന്നത്തെ കാലത്തൊക്കെ അപ്പോൾ എന്ത് രസമായിരിക്കും. വെയിലവിടെ അവിടെ ടോപ്പിലൊരു മല, ഇവിടെ നിന്ന് എന്ത് വ്യൂ നോക്ക്, സെറ്റ്. ഇവിടെ വേറെ ഒന്നും കാണത്തില്ല, ജസ്റ്റ് വാട്ടർഫാൾ അങ്ങനത്തെ കാര്യങ്ങളെ കാണുള്ളൂ എന്നാണ് വിചാരിച്ചത്. പക്ഷേ കയറി വന്നപ്പോഴാണ് അറിഞ്ഞത് ഇങ്ങനെ സംഭവമുണ്ട്. ബംഗ്ലാവുണ്ട്, ഹെലിപാഡിൻ്റെ ഒരു വലിയ ഗ്രൗണ്ടുണ്ട്, വ്യൂ പോയിൻ്റ് ഉണ്ട്. വെർത്താണ് കേട്ടോ. 100 രൂപയ്ക്ക്, 100-125 സെറ്റ്. ഇതാ ബംഗ്ലാവ്, ഇതാണ് സംഭവം. അന്നത്തെ ബ്രിട്ടീഷ് കാലം AD 1880 സംഭവമാണ്. വലിയ മറ്റേ മരങ്ങളും സംഭവങ്ങളും സെറ്റ് ചെയ്തിട്ടുണ്ട്.
ഭയങ്കര രസമാണ് ആ വഴി നമ്മളെ വണ്ടി തോന്നുന്നു താഴെ ഇരിപ്പുണ്ട്. ഇതാണ് അപ്പോൾ ആ ബംഗ്ലാവ്. അടിപൊളി. പിന്നെ ഇപ്പം വെയിലും കാര്യങ്ങളുണ്ട്, പക്ഷെ കുഴപ്പമില്ല, ചൂട് വലുതായിട്ടില്ല. കാരണം ഇന്നലെയൊക്കെ നല്ല മഴയുണ്ടായിരുന്നു. അതുകൊണ്ട് വെയിലുണ്ട്, നല്ല വെയിലടിക്കുന്നുണ്ട്. പക്ഷേ അങ്ങനെ നമ്മളെ ടയേർഡാക്കുന്ന രീതിക്കില്ല. വെറുത്തെന്ന് ഞാൻ പറഞ്ഞു. ഇതാ വ്യൂ നോക്ക്, സെറ്റ്. ഇതാ ഇവിടെ ബംഗ്ലാവ്, ഇവിടെ മല, അടിപൊളി. പിന്നെ നമുക്കിനി ഇങ്ങോട്ട് പോവാം. ഒരു ഹെലിപാഡ് ഗ്രൗണ്ട് കാണാനുണ്ട്, പിന്നെ വാട്ടർഫാളും കാര്യങ്ങളും ഉണ്ട്. എൻ്റെ ബാക്കിൽ നോക്കാൻ മല എന്ത് രസമാണ്, വെറുത്ത് കിട്ടില്ലാൻ പരിപാടി. അത് സ്വന്തം വണ്ടിയിൽ ഇങ്ങനെ വരുമ്പോൾ കിട്ടുന്ന രസം അടിപൊളി. ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് ആനേനെ കാണാം, ഭാഗ്യമുണ്ടെങ്കിൽ നോക്കാം. ഇതൊക്കെ അന്നത്തെ പഴയ എന്തൊക്കെ പൊളിഞ്ഞ ബിൽഡിങ്സാണ്, എന്നാലും ഇത്രയും കാലമായിട്ട് നിലനിൽക്കുന്നില്ല. ഞാൻ വേറൊരു സംഭവം കാണിച്ചു തരാം. അതിനകത്ത് എനിക്കൊന്ന് ഒരു ഹാളാണെന്ന് തോന്നുന്നു, പണ്ടത്തെ കാലത്ത് ബ്രിട്ടീഷുകാർ ഉപയോഗിച്ചിരുന്ന ഹാളാണെന്ന് തോന്നുന്നു. ജസ്റ്റ് അവിടെ ഗ്ലാസ് പൊട്ടിയിരുന്നുകൊണ്ട് അകത്ത് കാണാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ കർട്ടൻ മാറ്റി നോക്കിയപ്പോൾ ടേബിളും അതിൻ്റെ കാര്യങ്ങളുണ്ട്. ഇതിനകത്തൊരു കണ്ണടിയുണ്ട്, നോക്കട്ടെ എന്തുമോ, ജസ്റ്റ് ഏണിയും കാര്യങ്ങളും വെച്ചിരുന്നുണ്ട്. നടുമുറ്റമുണ്ട് കേട്ടോ അവിടെ, അതൊന്ന് കാണുന്ന ആ ജനലിൽ കൂടെ കാണുന്ന നടുമുറ്റമാണ്. പക്ഷെ കൊള്ളാം, അടിപൊളി. അന്നത്തെ എന്തൊക്കെ സംഭവം. ഇവിടെ മറ്റേ അരിക്കുന്ന സാധനം, ഇതൊന്നും പുതിയ തലമുറ കണ്ടിട്ടില്ലായിരിക്കില്ല. ഇതിലാണ് അരിയൊക്കെ അരിക്കുന്ന സംഭവമാണെന്ന് തോന്നുന്നു. ഇതറിയാം, പണ്ടത്തെ മിക്സി. പണ്ടത്തെ ടേബിള്, സോഫയും കാര്യങ്ങളൊക്കെ ഉണ്ട്, നൈസ്. ആ ടേബിളിൻ്റെ വേര് കൊണ്ട് സെറ്റ് ചെയ്തുകൊണ്ടും ഇവിടെ ഇരിക്കുമ്പോൾ നല്ല ഷെൽഫിരിക്കുന്ന ബുക്കിൻ്റെ മണമൊക്കെ അടിക്കുന്നുണ്ട്. പണ്ടത്തെ ബ്രിട്ടീഷുകാരുടെ ബംഗ്ലാവ്, തീ കത്തിക്കുന്ന സാധനങ്ങളുണ്ട്, പരിപാടി കൊള്ളാം. ഇതാണ് അവർക്ക് കയറി വരുന്ന വഴി. നമ്മളവിടെ വണ്ടി വെച്ചിട്ട് ഇതിലേക്ക് കൂടിയാണ് വന്നത്. എന്താ ബംഗ്ലാവ്. ഓക്കിനി നേരെ നമ്മളടുത്ത വ്യൂ പോയിന്റ് വെള്ളച്ചാട്ടം സംഭവം കൊണ്ടെന്ന് പറഞ്ഞു. നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. വഴിയൊക്കെ സെറ്റ്, ഒന്നും പറയില്ല. അത്യാവശ്യം വെയിലും കാര്യം ഉണ്ടെങ്കിൽ വേറെ ചൂട് ഇങ്ങനെ ഫീൽ ചെയ്യണം, അങ്ങനെ സംഭവമില്ല. കാരണം ഇന്നലെയൊക്കെ മഴയായിരുന്നെന്ന് പറഞ്ഞു. വേറൊരു സംഭവം കാണിച്ചു തരാം. അവിടെ ഒരു കിളിക്കൂട് കാണുന്നുണ്ട്, കണ്ടൂടാ. തെറ്റ് വ്യൂവും കാര്യങ്ങളും ഇവിടുന്ന് ഫുള്ള മലയും കാര്യങ്ങളെല്ലാം കാണാം. നമ്മൾ ഏകദേശം ഓക്കെ. ഇനിതാ ഈ വഴിയാണ് ബംഗ്ലാവും കാര്യം. ഓക്കെ, കുറച്ച് ഓഫ് റോഡ് അടിക്കാം.
മല ഒന്നും പറയില്ല, അടിപൊളി. ഇതാണോ റൂട്ട്? കുറെ വഴി കിടക്കണോണ്ട് സംശയം. വഴി തെറ്റി ഗായ്സ്. ഒരു സംഭവം കാണിച്ചു തരാമേ. നോക്ക്, എല്ലും കഷ്ണം. കുറേ നാളായിരുന്നു ചെറിയ വെള്ളച്ചാട്ടവും സംഭവമൊക്കെ ഉണ്ട്. പക്ഷേ ഇതിലല്ല അപ്പോൾ പോകാനുള്ള. നമുക്ക് അപ്പുറത്തൂടെ ഒരു വഴിയുണ്ട്, ഞാൻ അതിൽ പോയി നോക്കാം. താഴെക്കൂടെയാണ് ആദ്യം പോയത്, പക്ഷെ അതിലെല്ലാം തോന്നും. നമുക്കിനി ഇതിൽ പോയി നോക്കാം. ഓഫ് റോഡ് അടിക്കാൻ പറ്റിയ സ്ഥലം. Yahoo! ചെടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ചുറ്റിട്ട് പോയി തറയിൽ കിടക്കാം. നമ്മളിങ്ങനെ കയറിക്കൊണ്ടിരിക്കുക. എനിക്ക് തോന്നുന്നു ആ ബോർഡ് കണ്ട അവിടെ നിന്ന് ഏകദേശം 3 കിലോമീറ്റർ മുകളിൽ വരണമെന്ന് തോന്നുന്നു. അയ്യോ, ഇനി ഇങ്ങോട്ട് അടിക്കും. നേരെ പോയി നോക്കാം. തെറ്റ് വ്യൂ എത്തിയിട്ടുണ്ട്. ഇത് ഏകദേശം മണ്ടയിൽ എത്താറായെന്ന് തോന്നണം. പോയി നോക്കാം, കുറച്ചുകൂടെ. സെറ്റ് വ്യൂ, ഒരു രക്ഷയില്ല. ഒട്ടുമിക്ക ആൾക്കാർക്കും ഈ സ്ഥലം അറിഞ്ഞുകൊണ്ടേയിരിക്കും, കാരണം ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല വീഡിയോസൊന്നും. ഈ ബോണക്കാട് ഇങ്ങനെ വന്ന് കാണുന്നത്. ഓഫ് റോഡ് വിട്ട് സ്ഥലം കാണൽ കൊള്ളാം. വേറെ വണ്ടികളൊക്കെ പോയിട്ടുണ്ടെന്ന് തോന്നുന്നു. സ്ഥലത്തിൽ ഓഫ് റോഡ് വണ്ടി ഇരിക്കുമ്പോഴാണ് ഏവനെയും കൊണ്ട് ഒരു ഓഫ് റോഡ് അടിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷേ ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത എനിക്ക് കിട്ടിയ ഓഫ് റോഡ് എക്സ്പീരിയൻസ്. വാവ്, പൊളി പൊളി പൊളി, ഒരു രക്ഷയില്ല. ആ വ്യൂ നോക്ക്. സെറ്റ്. ഒരിക്കലും വിചാരിച്ചില്ല. പക്ഷേ നമ്മൾ വെള്ളച്ചാട്ടമൊന്നും കാണാൻ പറ്റിയില്ല. ഹെലിപാഡ് എന്ന് പറയുന്ന സ്ഥലം എന്ന് വെച്ചാൽ ഇങ്ങനെ ഇത്രയും പൊക്കം ഉള്ളതുകൊണ്ടായിരിക്കും. പക്ഷെ നമ്മളിതുവരെയും കണ്ടില്ല ഹെലിപാഡിനായിട്ട് പ്രത്യേക സ്ഥലമൊന്നും. വേറെ വഴികളും നമ്മളിങ്ങോട്ട് കണ്ടില്ല. ഇനി വഴി തെറ്റിയെന്ന് അറിഞ്ഞൂടാ. പക്ഷേ അടിപൊളി, ചെക്കൻ പൊളി.
കിട്ടില്ല വ്യൂ. അങ്ങ് മല മറ്റേ പൊന്മുടി പോയിട്ട് ഏറ്റവും ടോപ്പ് ചെയ്യുന്നിട്ട് ഫുള്ള് കാണും പോലെ. നമ്മളങ്ങനെ തിരിച്ചിറങ്ങി ഇവിടെ എത്തിയപ്പോൾ ഇത് ഈ മരത്തിൽ ആരോ മാർക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം ഇവിടെ എന്തോണെന്ന് അറിയണ്ടോ, നോക്കാം. ഓ മറ്റേ ഹെലിപാഡ്. ഓ സെറ്റ് ഇതാണ് ഹെലിപാഡ്. പൊളി 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 പൊളി, ഒരു രക്ഷയില്ല. ഇങ്ങനെ സംഭവം ഉണ്ടാകും. ഞാൻ വിചാരിച്ച് ഇത് കാണത്തില്ലായിരിക്കുമെന്ന്. പൊളി 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 പൊളി. ഗൈസ്, നമുക്കപ്പം വഴി തെറ്റിയതല്ല, നമ്മൾ കാണത്തതാണ്. ഇതാണ് ഹെലിപാഡ്. എന്നുവെച്ചാൽ പണ്ട് ബ്രിട്ടീഷുകാരുടെ സമയത്ത് അവരിവിടെ വരുമായിരുന്നു. അതായത് ഹെലിപാഡ് ആ ഈ സംഭവത്തിൽ നമ്മളിവിടെ നിന്നാണ് ഇനി വാട്ടർഫാളിൽ പോണതും ഇവിടെ നിന്നാണ്. അതിൻ്റെ ബോർഡ് ഇവിടെ വച്ചിട്ടുണ്ട്. ഇതാണ് ആ ഗ്രൗണ്ട്, വിശാലമായ ഗ്രൗണ്ട്. സെറ്റല്ലേ, ഇരിക്കാനും സ്ഥലങ്ങളുണ്ട്, അടിപൊളി വ്യൂവും കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വണ്ടി ഇവിടെ വെച്ചിട്ട് നമുക്ക് വെള്ളച്ചാട്ടം കൂടെ പോയി കാണാം. എൻ്റെ ബാക്കിലുണ്ട്. അപ്പോൾ വണ്ടി താക്കോലൊക്കെ എടുത്തിട്ട് നമുക്ക് ഓക്കെ അങ്ങോട്ട് പോവാം. ആ കാണുന്ന വഴിയാണ്. ഒരു ഫാമിലിയും കൂടെ ഉണ്ട് കേട്ടോ നമ്മളിവിടെ. ഇവിടെ ഒന്ന് പരിചയപ്പെട്ടു. ഇവിടെ ഇങ്ങനെ നടന്നു പോകുമ്പോഴാണ് വെള്ളച്ചാട്ടം. ഇതാണ് വെള്ളച്ചാട്ടം. നല്ല തണുത്ത വെള്ളം, മുഖമൊക്കെ കഴുകി ഫ്രഷായതോ. അവിടെ വെള്ളച്ചാട്ടം ഉണ്ട്. അവിടെ നിന്ന് ഇങ്ങനെ ഒന്ന് ഇവിടെ കുളിക്കാനും ഇപ്പോൾ വെള്ളം കുറവാണ്, പക്ഷെ വെള്ളം കാരണം കുറച്ചുകൊണ്ട് ലെവൽ കാണും. നമ്മളിനി പോവാണ്. അടിപൊളി കേട്ടോ. ബ്രൈമോർ വെർത്താണ്. ഞാൻ വീണ്ടും വീണ്ടും പറയാം. കിട്ടണ ടൈം കിട്ടണ എല്ലാവരും ബൈക്കൊക്കെ ഉണ്ടെങ്കിൽ ബൈക്കാണ് ഏറ്റവും സുഖം കേട്ടോ. കാറിൽ പിന്നെയും ഭയങ്കര പാടാണ്. ബൈക്ക് ഭയങ്കര സുഖമാണ്. അപ്പോൾ എല്ലാവരും നേരെ ഇങ്ങോട്ട് തന്നെ വിട്ടോട്ടോ. അടിപൊളി, ഗ്യാരൻറ്റി. പക്ഷേ ചൂട് സമയത്ത് ചൂട് സമയത്ത് വരരുത്. കുറച്ച് മഴയൊക്കെ പെയ്ത് ഇങ്ങനെ തണുത്തിരിക്കുന്നത്. ഇതിപ്പം ഇന്നലെ മഴ ചെയ്തുകൊണ്ട് ഇന്ന് കൊള്ളാം. അപ്പം നമുക്ക് പോവാം. അടിപൊളിയായിരുന്നു. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. എനിക്ക് പ്രതീക്ഷിക്കാതെ ഓഫ് റോഡും കിട്ടി. ക്ഷീണിച്ചു. അപ്പോൾ നമ്മൾ അടിച്ചു പൊളിച്ച് നല്ല രസമായിരുന്നു. അപ്പോൾ വരുന്ന ഫുഡും വെള്ളവും കാര്യങ്ങളൊക്കെ കൊണ്ടുവരിക. ഈ വീഡിയോ നോക്കി വെച്ചോ.
ട്രാവലും അതേപോലെ ഓഫ് റോഡും എല്ലാം ഇഷ്ടപ്പെടുന്നവർക്ക് ഇപ്പോഴേ അയച്ചോ. ട്രിവാൻഡ്രത്ത് വരാൻ പറ്റിയ ബെസ്റ്റ് സ്ഥലമാണ്. ഞാൻ ഇന്ന് വരെ ഇങ്ങനെ വന്നതിൽ അടിപൊളി സ്ഥലം. സ്വന്തമായിട്ട് വരാം, വണ്ടിയിൽ നമ്മളിതാ വണ്ടിയായിട്ടാണ് വന്ന അടിപൊളി സ്ഥലം. അപ്പോൾ പുതിയൊരു വീഡിയോമായി ഇനിയും കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ ഒക്കെ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോമായി ഇങ്ങനെ കാണാം. ബൈ.